Good morning. ജോയിൻ ചെയ്യുന്നവരുടെ എണ്ണൊക്കെ കുറഞ്ഞല്ലോ, ക്ലാസ് തീർന്നുകൊണ്ടാണോ? എത്രയാ? 14 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ ക്ലാസ്സില്. 31 ക്ലാസ് ഒക്കെ തീർന്നല്ലേ? അപ്പൊ നമ്മുടെയാണ് ലാസ്റ്റ് ക്ലാസ് തന്നെ. ലാസ്റ്റ് ചാപ്റ്റർ ഞാനാണ് തീർക്കാൻ പോണേ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഇന്ന് നാളെയും കൊണ്ട് നമുക്ക് തീർക്കാം. വെയിറ്റ് ചെയ്യണോ നമുക്കിനി? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ജോയിൻ ചെയ്യുന്നവര് ജോയിൻ ചെയ്യട്ടെ. നമ്മള് ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ളതൊക്കെ നമുക്ക് ഒരു എളുപ്പമുള്ള സെക്ഷൻ തന്നെയാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് നോക്കി, ഇന്റർനെറ്റ്. നമ്മൾ ഏതൊക്കെ പഠിച്ചേ? മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചു, എക്സൽ പഠിച്ചു, പവർ പോയിന്റ് പഠിച്ചു, പിന്നെ അടുത്ത ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്തവരുണ്ടോ? നെറ്റ് ഷോർട്ട് ചെയ്ത് നമുക്ക് നെറ്റ് എന്ന് പറയാം. നെറ്റ് യൂസ് ചെയ്യാത്തവരുണ്ടോ? ഫോണിലൊക്കെയാണെങ്കിൽ ഒരു ദിവസം പോലും നെറ്റ് ഇല്ലാത്തൊരവസ്ഥ പറ്റില്ല അല്ലെ? നമുക്ക് എന്തും സെർച്ച് ചെയ്യണേലും എല്ലാത്തിനും നമുക്ക് നെറ്റ് വേണം. നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയാ, നമുക്ക് സെർച്ച് ചെയ്യാനും, നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഫേസ്ബുക്ക് ഇതൊക്കെ നമുക്ക് കാണാനും, യൂട്യൂബ് ആണെങ്കിലും കയറി നോക്കാനും എല്ലാത്തിനും പറ്റുള്ളൂ അല്ലെ? അപ്പൊ നോക്കിയേ, ഇന്റർനെറ്റ് എന്താ? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാ, ഇന്റർനെറ്റ് എന്താ? നമ്മുടെ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനമാണ് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതില് പല കമ്പ്യൂട്ടറുകളെ തമ്മിൽ എങ്ങനെയാ, കേബിൾ ഉപയോഗിച്ചിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് എന്നാണ് ഇന്റർനെറ്റിന്റെ ഫുൾ ഫോം കേട്ടോ. ഒന്ന് എഴുതി വെച്ചോ അവിടെ, ഇന്റർനെറ്റിന്റെ ബ്രാക്കറ്റിലിട്ട് എഴുതിക്കോ, ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ, ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെ? അതില് നമ്മള് പല ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കേബിൾ ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലെ ഡേറ്റയൊക്കെ അവിടെ കൈമാറുക ചെയ്തത്. നമ്മൾ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്താറില്ലേ ഓൺലൈനായിട്ടൊക്കെ? നമുക്ക് ഷോപ്പിംഗ് ആണ്, പിന്നെ ബാങ്കിങ്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ബാങ്ക്, KCB ബില്ലൊക്കെ നമ്മൾ നേരെ പോയി അടയ്ക്കുണ്ടോ? ഫോൺ ബില്ല്, വാട്ടർ ബില്ല്, ഇതെല്ലാം നമുക്കിപ്പോ നെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നേരെ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാം അല്ലെ? അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ നമുക്ക് ഇന്റർനെറ്റിലൂടെ നമുക്ക് കിട്ടാം. നെറ്റ് ഉണ്ട്, നമുക്ക് അതിന്റെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇപ്പൊ KCB ആണെങ്കിലും സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എത്രയാണ് ബില്ല് എന്നുള്ളത് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ നമുക്ക് അവിടെ ഓഫീസിൽ പോയി ക്യൂ നിന്ന് അടയ്ക്കുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാരും ഇപ്പൊ അങ്ങനെയൊക്കെയാണോ ബില്ലൊക്കെ അടയ്ക്കുന്നേ? ആണോ? ഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ സ്കൂളിലേക്കുള്ള ഫീസുകള്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇപ്പൊ GPay ആണ് അല്ലെ അനിത? ഓക്കെ, നമ്മളിപ്പോ എവിടെ കടയിൽ ചെന്നിട്ടാണെങ്കിലും ഒന്നും കൊണ്ടോണ്ട, ഫോൺ മാത്രം മതി അല്ലെ? ജസ്റ്റ് സ്കാനർ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് നമ്മൾ അത് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ അടിച്ചു കൊടുത്താൽ മതി അല്ലെ? കയ്യില് കാശ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത്രയും സൗകര്യങ്ങൾ ഇപ്പൊ നമ്മളിലുണ്ട്. ആ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ വലിയൊരു ഭാഗ്യവാന്മാരാണല്ലേ? പണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കിയത് ഫെസിലിറ്റി, നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തോടുകൂടി ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് നിൽക്കുന്നുണ്ട്. ക്യൂ നിൽക്കണതിന്റെ ബുദ്ധിമുട്ടില്ല, ഓൺലൈന്റെ ബസ് ഫെയർ വന്നില്ല, എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, പാരഗ്രാഫ് നോക്കിയേ. Communicating through the internet has revolutionized the people's way to connect and interact
globally. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ കൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആളുകളുടെ ഒരു വഴിയെ തന്നെ മാറ്റിമറിച്ചു, അല്ലെങ്കിൽ പരിവർത്തനം സംഭവിച്ചു. ഇത് ആഗോളതലത്തിൽ കണക്ട് ചെയ്യാനുള്ള നമുക്ക് ആളുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനുള്ള അവരുടെ ആ മാർഗത്തെ തന്നെ, അല്ലെങ്കിൽ അവരുടെ അതിനൊരു പരിവർത്തനം ഈ ഇന്റർനെറ്റിൽ കൂടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കണം, നമുക്ക് നേരെ അവരുടെ വീട്ടിൽ പോകണ്ടാം അല്ലെ, നമുക്ക് നേരെ വാട്സപ്പ് കോൾ ചെയ്താൽ മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമുക്ക് നേരെ കണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. നേരത്തെയൊക്കെ ലെറ്റർ എഴുതണമായിരുന്നു വിശേഷങ്ങൾ അറിയണമെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഫോൺ വന്നു, അപ്പൊ ലാൻഡ് ഫോണാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ട് സംസാരിക്കാനുള്ളതൊക്കെ നമുക്ക് പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ എത്ര ദൂരത്തുള്ളവരെ വേണമെങ്കിലും നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാട്സപ്പ് കോളിലൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റി. അപ്പൊ ആളുകളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിനെ തന്നെ ഇന്റർനെറ്റ് എന്ത് ചെയ്തു, മാറ്റിമറിച്ചു അല്ലെ. നെറ്റ് വന്നതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ മാറ്റിമറിച്ചു. ഇറ്റ് ഹാസ് ഓപ്പൺഡ് അപ്പ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് മീറ്റിംഗ് പ്ലേസസ്, ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ. വേഗതയേറിയതും പിന്നെ അതുപോലെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിനായി ഇത് നിരവധി മീറ്റിംഗ് സ്ഥലങ്ങളും തുറന്നു. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഹാസ് ഓപ്പൺഡ് അപ്പ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് മീറ്റിംഗ് പ്ലേസ് ഫോർ ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ. പെട്ടെന്ന് തന്നെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വിളിക്കണമെങ്കിൽ ഒരു സെക്കൻഡ് മതി അല്ലെ. നമുക്ക് വാട്സപ്പിൽ നിന്ന് എടുത്ത് നേരെ വിളിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നെറ്റ് വഴി നമുക്ക് സാധ്യമാണ്. ഓക്കെ, ഹിയർ ആർ some important aspects of communication through the internet. ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനുള്ള ചില വശങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഏതിൽ കൂടെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പല ഇത് എന്നുള്ളത്, അതിന്റെ ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൂടെയുള്ള ചില വശങ്ങൾ. ഫസ്റ്റ് ആണ് അതിൽ വരുന്നത് ഇമെയിൽ ആണ്. ഇമെയിൽ ഇനി ആ ഇന്റർനെറ്റ് എന്നുള്ളതിന്റെ ജസ്റ്റ് എഴുതി വെക്കണോ അവിടെ? ഇന്റർനെറ്റ് എന്താന്നുള്ളത് ഒരു സെന്റൻസ് ഷോർട്ട് ചെയ്തൊന്ന് എഴുതണോ? അറിയാലോ, വേണോ? ഇന്റർനെറ്റ് ഈസ് എ വേൾഡ് വൈഡ് ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ജസ്റ്റ് അറിയാം, ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് നമ്മൾ നോട്ട് ചെയ്തു. ഇന്റർനെറ്റിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഷോർട്ട് ചെയ്ത് എന്തെന്ന് പറയാം? നെറ്റ് എന്ന് പറയാം. ഇന്റർനെറ്റ് എന്നില്ലെങ്കിൽ നെറ്റ് എന്ന് നമുക്ക് അതിനെ ഇന്റർനെറ്റിനെ ഷോർട്ട് ചെയ്തും പറയാം. അതിനകത്ത് ഫസ്റ്റ് ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. മെയിൽ ഐ ഡി ഇല്ലാത്തവരുണ്ടോ? എല്ലാവർക്കും മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഇമെയില് ഇപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ ആണെങ്കിലും നമ്മൾ നിങ്ങളുടെ പേര് കൊടുത്ത് മെയിൽ ഐ ഡി കൊടുത്തിട്ടൊക്കെയല്ലേ നിങ്ങൾ എക്സാമിനൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ എന്തിനാ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും മെയിൽ ഉണ്ടാക്കുന്ന എന്തിനാ? നമുക്ക് മെസ്സേജുകളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് അല്ലെ. നമുക്ക് ഇപ്പൊ ലെറ്റർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നേരെ മെയിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മള് ഏതാണ് നമ്മുടെ മെയിൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആരാണ് നമുക്ക് എന്ത് മെസ്സേജ് അയച്ചേക്കണെന്ന് നേരെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. എല്ലാവർക്കും മെയിൽ ഐ ഡി ഉണ്ട് അല്ലെ. ഇമെയിൽ ഈസ് one of the most vastly used method of internet communication. അത് അണ്ടർലൈൻ ചെയ്തിട്ടേതാ? ഇന്റർനെറ്റ് ആശയവിനിമയത്തില് കമ്മ്യൂണിക്കേഷനില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇമെയിൽ. Email is one of the most vastly used methods of internet communication. Underline ചെയ്തിട്ടാ സെന്റൻസ് ഫസ്റ്റ് ലൈൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇറ്റ് പെർമിറ്റ്സ്, ഇത് എന്തിനു അനുവദിക്കുന്നു? യൂസേഴ്സ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ്, ഡോക്യുമെന്റ്സ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി. നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ സെക്യൂർ ആയിട്ട്, ഇത് സുരക്ഷിതമാണ് അല്ലെ. നമുക്ക്
ഇത് വളരെയധികം നമുക്ക് എന്താ പറയാ സുരക്ഷിതമാണ്. നമ്മൾ ഇന്ന ആൾക്കുടെ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത് വേറെ ആർക്കും നോക്കാൻ പറ്റില്ല. നമ്മുടെ ആ മെയിൽ ഐ ഡിയിലേക്ക് മാത്രം വിടുന്നത് അല്ലെ. അതിനാണ് ഓരോരുത്തരും അവരുടേതായ മെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ഈ ഇമെയിലിൽ കൂടെ എന്ത് സംഭവിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജുകള്, ഡോക്യുമെന്റ്സ് ഇതൊക്കെ റിസീവ് ചെയ്യാനും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജുകള് സെൻഡ് ചെയ്യാനും പറ്റും. അതെങ്ങനെയാ? റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി, പെട്ടെന്ന് അതുപോലെ വളരെ സുരക്ഷിതമായിട്ടും മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും ഇമെയിലിൽ കൂടെ പറ്റും. Email provide a flexible and asynchronous. Okay, asynchronous എന്ന് പറയുന്ന വേഗത്തിലും നല്ല കാര്യക്ഷമമായിട്ടും ഫ്ലെക്സിബിൾ. ഇതിനൊരു ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത് ഇതിനൊരു വഴക്കമുണ്ട്. Email provide a flexible and asynchronous എന്ന് വെച്ചാൽ നമുക്ക് കാര്യക്ഷമമായിട്ടും mode of communication permitting individual and business to communicate effectively, ഫലപ്രദമായിട്ട് across different time zone. അതായത് പല ടൈം സോണുകളിലുള്ള വ്യത്യസ്ത സമയങ്ങളില് നമുക്ക് അവര് പലരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇൻഡിവിജ്വലിനെ അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് പരമായിട്ടും ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഒരു ഫ്ലെക്സിബിൾ, അതൊരു വഴക്കമുള്ളതും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. അങ്ങനെയുള്ള ആ ഒരു രീതികൾ ഇമെയില് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, ഫ്ലെക്സിബിൾ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇമെയിലാണ്. ഇമെയിലിലൂടെയാണ് നമ്മൾ. മെയിൽ അയക്കാറുണ്ടോ നിങ്ങള്? മെയിൽ അയക്കാറുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട്, ഐശ്വര്യ ഇട്ടിട്ടുണ്ട്, മെയിൽ അയക്കാറുണ്ട് അല്ലെ? എന്തുവാ നിങ്ങള് എന്താ നമ്മുടെ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, എന്താന്ന് ഞാൻ പേഴ്സണലി ചോദിക്കുന്നില്ല, ഓരോരുത്തരും അവരുടെ ഫ്രണ്ട്സിനും ഓരോ കാര്യങ്ങള്. വർക്ക് റിലേറ്റഡ് അതിന് പറഞ്ഞിട്ടുണ്ട്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മെയിൽ അയക്കാറുണ്ട്. ഇപ്പൊ ഓഫീസിൽ നിന്നൊക്കെ ആണെങ്കിലും എത്ര സൗകര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് അതിന്റെ ഓരോ ബ്രാഞ്ചിലേക്കും നമുക്ക് മെയിൽ അയച്ചാൽ മതി. അപ്പൊ ഓരോ ബ്രാഞ്ചിലേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ ഒക്കെ മെയിൽ അയച്ചാൽ മതി. അപ്പൊ മെയിലിൽ കയറി നമുക്ക് നോക്കിയാൽ മതി. കക്ഷിയിലും ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിലേക്ക് മെയിൽ ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. നമ്മുടെ ഇത് നേരെ മെയിൽ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വേണ്ടതെന്നുള്ളത് അവര് പ്രിന്റ് എടുത്ത് തരും. അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇമെയിലിലൂടെ അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. നമ്മൾ പറഞ്ഞത് തന്നെയാ, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. നമുക്ക് വോയിസ് കോളും വിളിക്കാം, അതുപോലെ തന്നെ വീഡിയോ കോളും വിളിക്കാം. വാട്സപ്പിലൂടെ വീഡിയോ കോളും വീഡിയോ കോളുകളൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക് സ്കൈപ്പ്. സ്കൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കൈപ്പ് എന്താ? സ്കൈപ്പ് SKYPE. ജെസി തമ്മിട്ടിട്ടുണ്ടല്ല. രണ്ടുപേർ തമ്മിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെയോ വീഡിയോ ചാറ്റ് ചെയ്യാൻ, നിങ്ങൾ ചാറ്റ് ചെയ്യാറില്ലേ? വീഡിയോ ചാറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് ആണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. രണ്ടുപേർ തമ്മിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായോ, ഇപ്പൊ ഗ്രൂപ്പ് കോളുകളൊക്കെ നിങ്ങൾ വിളിക്കാറില്ല, വീഡിയോ ഒത്തിരി പേരെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് കോൾ ചെയ്യാം. ഒരാളെ പേഴ്സണലി വിളിക്കുന്നതിനും നമുക്ക് ഗ്രൂപ്പ് കോളുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വാട്സപ്പിൽ കൂടെ തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. കുറച്ച് പേര് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അല്ലെ, വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ, നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അപ്പൊ കുറച്ച് നമ്പറുകൾ അവരുടെ പേര് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് നമുക്കിപ്പോ ഒരു കോള് വിളിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരും വിളിച്ച് പറയണ്ട, ആ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു നമുക്ക് ഗ്രൂപ്പ് കോളായിട്ട് നമുക്ക് വിളിക്കാം അല്ലെ. ഗ്രൂപ്പ് എല്ലാവരെയും ആഡ് ചെയ്യുന്ന രീതിയിൽ കോളുകൾ വിളിക്കാം. അതാണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. വീഡിയോ ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് ആണ് സ്കൈപ്പ്. പിന്നെ അടുത്ത് അറിയാലോ, സൂം മീറ്റിംഗ് അറിയാലോ. സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജോലിയൊക്കെ ഇല്ലേ,
അതൊക്കെ നമുക്ക് കുറെയൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോസോഫ്റ്റ് ടീം ജോലിയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ്. പിന്നെ ആൻഡ് then make individuals and business also to have a real time audio and video conversation. അപ്പൊ ഇങ്ങനെയുള്ള കോളുകൾ ഇൻഡിവിജ്വൽസുക്കും ബിസിനസ്സുകൾക്കും ഒക്കെ തത്സമയം നമുക്ക് ലൈവിൽ തന്നെ ലൈവായിട്ട് തന്നെ അല്ലെ തത്സമയ വീഡിയോ സംഭാഷണങ്ങൾ നടത്താനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾ ആ വാട്സപ്പിന്റെ കാര്യം തന്നെ നിങ്ങൾക്ക് ഓർത്താൽ മതി. വോയിസ് വീഡിയോ കോളുകളൊക്കെ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വിളിക്കാനും ഒക്കെ സൗകര്യം ഉണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് സ്കൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അത് എന്താ വീഡിയോ ഒക്കെ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് തന്നെയാണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. SKYPE. സൂം മീറ്റിങ്ങുകള് പിന്നെ മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറഞ്ഞ ജോലികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് സഹായിക്കും. പിന്നെ മൂന്നാമത്തെയാണ് സോഷ്യൽ മീഡിയ. ഫേസ്ബുക്കില് FB അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടോ? ഉണ്ടോ സോഷ്യൽ മീഡിയ? നിങ്ങൾ ഓരോ കാര്യങ്ങള് സ്റ്റാറ്റസ് ആയിട്ടും എല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ളതും എന്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും FB ഇടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാൻ കാണാൻ പറ്റും. വാട്സപ്പിന് പുറമെ ഒരു സോഷ്യൽ മീഡിയ ആണ് FB, ഫേസ്ബുക്ക്. ഓക്കെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനെറ്റ് വഴി നമുക്ക് മെസ്സേജുകളൊക്കെ അയക്കാനുള്ള ഒരു സംവിധാനമാണ്. മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ട്വിറ്റർ എന്ന് പറഞ്ഞത്. TWITTR. ട്വിറ്ററിൽ ആരെങ്കിലും മെസ്സേജുകളൊക്കെ ഇടാറുണ്ടോ? മെസ്സേജുകളൊക്കെ ഉണ്ടോ? ഇന്റർനെറ്റ് വഴി നമുക്ക് ഓക്കെ എല്ലാത്തിനും ഉണ്ട്. ഫേസ്ബുക്കിലും എല്ലാത്തിനും ആൾ ആക്റ്റീവാണ് കേട്ടോ. അപ്പൊ ട്വിറ്റർ വഴി ഇല്ല. ഇന്റർനെറ്റ് വഴി നമുക്ക് മെസ്സേജുകളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു സംവിധാനമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇൻസ്റ്റഗ്രാമോ? അത് കേട്ടിട്ടില്ലേ? ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവുമല്ലോ. യെസ്, അതുണ്ട്. ഇൻസ്റ്റഗ്രാം ഉണ്ട്. എന്താ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വീഡിയോകള് അതുപോലെ തന്നെ ചിത്രങ്ങള് ഒക്കെ ഫോട്ടോസ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്ക് വെബ്സൈറ്റ് ആണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസ് അതിൽ കൂടെ ഷെയർ ചെയ്യാം, നമ്മൾ വീഡിയോസുകൾ ഷെയർ ചെയ്യാം ഒക്കെ അതിന് വേണ്ടി പുറത്തിറങ്ങിയ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ആണ് ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 2010 ഒക്ടോബറോട് കൂടിയാണ് ഇൻസ്റ്റഗ്രാം ഇത് വന്നത് കേട്ടോ. ഡേറ്റ് ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ 5 നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, ലിങ്ക്ഡ്ഇൻ. ലിങ്ക്ഡ്ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? LINKEDIN. ലിങ്ക്ഡ്ഇൻ ഇതൊരു ആപ്പാണ്. നമുക്ക് ഇതിലും നമുക്ക് എന്താ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ കയറി നമുക്ക് എന്താ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. അത് ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ പോലെ ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്പാണ് ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡ്ഇൻ. ഇനി അപ്പൊ ഏതൊക്കെ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇവിടെ ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ have changed the way people communicate and share information online. അപ്പൊ നമ്മള് ആ കമ്മ്യൂണിക്കേഷനിൽ എന്താ ഒരു മെസ്സേജുകൾ നമുക്ക് എന്താ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അതിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സോഷ്യൽ മീഡിയകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. This platform offer a vast reach of communication tools which includes status. Status ഇടാറില്ലേ? നമ്മളൊരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അതെടുത്ത് സ്റ്റാറ്റസ് ഇടും നമ്മുടെ അല്ലെ. അപ്പൊ നമ്മുടെ ഇതായിട്ട് ഇതുള്ള എല്ലാവരും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. നിങ്ങൾ നോക്കാറില്ലേ വാട്സപ്പില് സ്റ്റാറ്റസ് നോക്കാറില്ലേ? Which includes status ആപ്പ്, കമന്റ്സ്. കമന്റ് ഇടാറില്ലേ? എന്തെങ്കിലുമൊക്കെ
ഓക്കെ, വെരി ഗുഡ്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന ഇതിന് നമ്മൾ അതിപ്പോ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേയുടെ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവർ വിഷ് ചെയ്യും. അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ തമാശകൾ, കമന്റ്സുകൾ, ഇതൊക്കെ നമ്മൾ അവർ ഓരോന്നും പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടാറുണ്ട് അല്ലെ? സ്റ്റാറ്റസ്, കമന്റ്സ്, സച്ച് ആസ് ഡയറക്റ്റ് മെസ്സേജിങ്, ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ഷെയറിങ്, വീഡിയോസ് ഒക്കെ നമുക്ക് അതിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. Social media make individual and business able to connect, collaborate and engage with a broader audience. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ നമുക്ക് ഇൻഡിവിജ്വലിനും വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ബിസിനസ്സുകൾക്കും ഒക്കെ നമുക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യാനും ഇത് ഓരോ ഡോക്യുമെന്റ്സുകളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഒക്കെ ഈ സോഷ്യൽ മീഡിയാസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് വശങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോ പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ, പിന്നെ ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി കുറെ നമുക്ക് ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്ന ആ ഒരു ഇതുണ്ട്. അപ്പൊ രണ്ടും ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പൊ അങ്ങനെ ബിസിനസ്സുകളെയും നമുക്ക് ഈ ഓഡിയൻസിനെയൊക്കെ നമുക്ക് അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ, നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഫസ്റ്റ് ലൈനില് പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയില് ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, കുറച്ച് മാത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ. ഇനി അടുത്ത് നോക്കിയേ, ഫയൽ ഷെയറിംഗ് ആൻഡ് ഓൺലൈൻ, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഫയലുകൾ ഷെയർ ചെയ്യാനും ക്ലൗഡ് സ്റ്റോറേജ് കേട്ടിട്ടുണ്ടോ? ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞേ, ക്ലൗഡ് സ്റ്റോറേജ്, ക്ലൗഡ് സ്റ്റോറേജ് എന്താ? ക്ലൗഡ് സ്റ്റോറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അത് ക്ലൗഡ് സ്റ്റോറേജ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലല്ലാതെ നമ്മൾ ഫയലുകൾ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം. നമ്മുടെ ഫോണിലല്ലാതെ നമ്മുടെ ഫയലുകളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് ഞാൻ അത് തരാം കേട്ടോ. അത് ഇനിയാണെങ്കിലും നമുക്ക് നിങ്ങളത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇതാപ്പ് തന്നെയാണത്. ഓക്കെ, ക്ലൗഡ് സ്റ്റോറേജ് നമ്മുടെ ഫോണിലല്ലാതെ നമ്മുടെ ഫയലുകള് സേവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഈസ് എ മോഡ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ്. ഇതൊരു സ്റ്റോറേജ് ആണ് കേട്ടോ. ഇറ്റ്സ് എ മോഡ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ്. നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ആണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോഡ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ് in which digital data is stored on services ആണ് കേട്ടോ. സർവറുകളിൽ SCRVER servers, stored on servers, SCRVER, in off-site location. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഫയലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആ ഫയലിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ക്ലൗഡ് സ്റ്റോറേജിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുന്ന ഫയലുകൾ ഒന്നും തന്നെ നമ്മുടെ ഫോണിലായിരിക്കില്ല. ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെന്നാ നിങ്ങളെ ഡെഫിനിഷൻ അല്ലേ പറഞ്ഞത്, ഒന്നുകൂടി നോക്കിക്കോ. ഈസ് എ മോഡ് ഓഫ് ക്ലൗഡ് സ്റ്റോറേജ് ഈസ് എ മോഡ് ഓഫ് കമ്പ്യൂട്ടർ data storage, is a mode of computer data storage in which
digital data in which the digital data is stored, S-T-O-R-E-D, stored, digital data is stored on servers, S-C-R-V-E-R-S, servers store ചെയ്യാം, S-C-R-V-E-R-S, servers in off-site location, in off-site location, off-site location. ഒന്നുകൂടി ഒന്ന് നോക്കിയേ, ഞാൻ പറഞ്ഞു ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമ്മൾ അതിനകത്തേക്ക് ഫയലുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് അവിടെ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫയലുകൾ ഈ ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്യുന്ന ഫയലുകൾ ഒന്നും തന്നെ നമ്മുടെ ഫോണിലായിരിക്കില്ല സേവ് ചെയ്തിരിക്കുന്നത്, അത് പല സെർവറുകളിലായിരിക്കും, സെർവറുകളിൽ അല്ലെങ്കിൽ ക്ലൗഡിലായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനകത്താണ് അത് സേവ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യോ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും ആ ഫയലുകൾ ഒരിക്കലും നഷ്ടപ്പെടൂല. ഫോൺ പോയാലും അല്ലെങ്കിൽ നമ്മളിന്റെ ഫോർമാറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഫോൺ റീസെറ്റ് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഫയൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മുടെ മെയിൽ ഐ ഡി കയറിയിട്ട് മെയിൽ ഐ ഡി അടിച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർവറിൽ നിന്നും നമുക്ക് ആ ഫയല് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഫോണിലല്ലാതെ നമ്മൾ ക്ലൗഡിലാണ് നമ്മുടെ ഫയലുകൾ അല്ലെങ്കിൽ സെർവറുകളിലാണ് നമ്മുടെ ഫയല് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ റീസെറ്റ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് ആ ഡേറ്റ നമുക്ക് അവിടെ നമ്മുടെ ഫയല് നഷ്ടമാവില്ല. നമ്മൾ വീണ്ടും നമുക്ക് എന്താ നമ്മൾ മെയിൽ ഐ ഡി കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയല് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫോണിലല്ലാതെ നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഫോണിലല്ലാതെ ഡേറ്റ ഫയലുകൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, അത്രയും മനസ്സിലാക്കാം. നമ്മുടെ ഫോണിലല്ലാതെ നമുക്ക് ഡേറ്റാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാ? Okay, internet based file sharing platform like a Google Drive. Google നിങ്ങൾ സെർച്ച് ചെയ്യാറില്ലേ? ഗൂഗിളില്ലേ നമ്മുടെ ഫോണിലില്ലേ? അതിന്റെ ആപ്പ് നമ്മള് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ നമ്മള് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടിട്ടില്ലേ ഫോണിലേക്ക്? ഗൂഗിള് എന്തിന് നമുക്കൊരു മീനിങ് അറിയില്ലെങ്കിൽ അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നമ്മളിപ്പോ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് ഗൂഗിൾ വഴി. നമുക്ക് ഓരോന്ന് ഇപ്പൊ നമുക്ക് ഈ ലൊക്കേഷനൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വേഗം കിട്ടൂലേ? എവിടെയെങ്കിലും പോണ നമുക്ക് വഴി അറിയില്ല. അങ്ങനെ ഗൂഗിൾ ഉപയോഗിക്കാത്തവരും ആ ഒരു ആപ്പ് ഉപയോഗിക്കാത്തവരില്ല. അതുകൊണ്ട് ഞാൻ അതേ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നോക്കി ഇവിടെ ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം, ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാ? ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്. എന്താണ് ഡ്രോപ്പ് ബോക്സ്? ഡ്രോപ്പ് ബോക്സ് എന്ന് വെച്ചാൽ ഇസ് എ ക്ലൗഡ് സ്റ്റോറേജ് ഫയൽ പോസ്റ്റിംഗ് സർവീസ് ആണ്. ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ്, സ്റ്റോർ ആക്സസ് ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത് തന്നെയാണ് ഡ്രോപ്പ് ബോക്സ്. പിന്നെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫയലുകളിലേക്കും നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ടോ. അപ്പൊ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് അറിയാലോ. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫയലുകളും ഫോൾഡറുകളും ഒക്കെ ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റോറേജ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി ഡ്രോപ്പ് ബോക്സോ, ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഡ്രോപ്പ് ബോക്സ്. അപ്പൊ നമുക്ക് യൂസേഴ്സിന് നമ്മുടെ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ, അതൊക്കെ ഷെയർ ചെയ്യാനും, ഫയലും ഫോൾഡറൊക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഏത് ഡിവൈസിൽ നിന്നും ഇതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഡ്രോപ്പ് ബോക്സ്. വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ എല്ലാ ഫയലുകളിലേക്കും
നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ്. ഇത് ഇന്റർനെറ്റ് ബേസ് ചെയ്ത ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്. അത് മൂന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയായിരുന്നു? ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഡ്രോപ്പ് ബോക്സ് വരുന്നുണ്ട്, വൺ ഡ്രൈവ്. Make users able to share and collaborate on documents, images and other files. ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട്, മറ്റുള്ള ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് വൺ ഡ്രൈവ് ഒന്നുകൂടി പറയണോ? ഓക്കെ, വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫയലുകളിലേക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ്. ഇത് എല്ലാം എന്താ ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ ഇതൊന്നും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയായിരുന്നു? ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഡ്രോപ്പ് ബോക്സ് ഉണ്ട്, വൺ ഡ്രൈവ് ഉണ്ട്. ക്ലിയർ ആയോ? ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? ഇമേജുകള്, ഫയലുകള്, ഡോക്യുമെന്റ്സ് ഇതെല്ലാം ഷെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളാണ്. മനസ്സിലാവില്ലേ നിങ്ങക്ക്? അതിന്റെ പേരുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? അത് അണ്ടർലൈൻ ചെയ്തോ? നോക്കിയേ, ഇപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്താന്ന് മനസ്സിലായല്ലോ? നമ്മുടെ ഫോണിലല്ലാതെ നമ്മൾ ഫയലുകളൊക്കെ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അത് നമ്മൾ സേവ് ചെയ്യുന്ന ഫയലുകൾ ഒരിക്കലും ഫോണിൽ എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുമ്പോഴൊന്നും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് അവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ മെയിൽ ഐ ഡി നമ്മുടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സസ് ചെയ്യാൻ പറ്റുന്നു. അത്രയാണ് അത് ആ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് എ കൺവീനിയന്റ് ആൻഡ് സെക്യൂർ വേ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽ ഫ്രം എനിവെയർ. എവിടെ നിന്നുള്ള ഫയലുകൾ ഒക്കെ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവീനിയന്റ്, ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗമാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത്. ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് provide a convenient and secure way to store, access file from anywhere. എവിടെ നിന്നുള്ള ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൗകര്യപ്രദവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഇത് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അടുത്തത് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാർ സെമിനാർ എന്ന് കേട്ടിട്ടുണ്ടോ? സെമിനാർ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ സെമിനാർ ചെയ്തിട്ടുണ്ടോ? എന്താ സെമിനാറും വെബിനാറും തമ്മിലുള്ള വ്യത്യാസം? സെമിനാർ എന്താ? നമ്മൾ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. ചർച്ചകളാണ് സെമിനാർ എന്ന് പറയുന്നത്, അല്ലെ? ചർച്ചകളാണ്. കുറച്ച് പേര് ഇരുന്നിട്ട് നമ്മുടെ സെമിനാർ എന്തെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു സംവിധാനം. എഡ്യൂക്കേഷനിലൊക്കെയാണ് നമ്മൾ കൂടുതൽ സെമിനാറുകൾ ചെയ്യുന്നത്. എന്നാൽ വെബിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, പല സ്ഥലങ്ങളിലുള്ളവരുമായിട്ട് വെബ്സൈറ്റ്, അതായത് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. വെബ്സൈറ്റിലൂടെ സഹകരിച്ച് കൂടിയാലോചന നടത്തുന്ന സെമിനാറാണ് വെബിനാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കട്ടോ. സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറച്ച് പേര് കൂടിയുള്ള ഒരു ചർച്ചാ സമ്മേളനമാണ് സെമിനാർ എന്ന് പറയുന്നത്. സ്കൂളിൽ നമ്മൾ സെമിനാർ അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ഏതെങ്കിലും ഒരു വിഷയം എടുത്തെന്ന് നമ്മളോട് സെമിനാർ അവതരിപ്പിക്കാൻ പറയും. നമ്മൾ അത് പഠിച്ച് അത് വന്നത് പ്രസന്റ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അതില് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മളും അവരും തമ്മിലുള്ള ഒരു ചർച്ചയാണ് സെമിനാർ എന്ന് പറയുന്നത്. എന്നാൽ വെബിനാർ എങ്ങനെയാ? പല സ്ഥലങ്ങളിലും ഉള്ളവരുമായിട്ട് എങ്ങനെയാ? വെബ്സൈറ്റിലൂടെ, നേരെയല്ല, ഇങ്ങനെ ഓൺലൈനായിട്ട് വെബ്സൈറ്റിലൂടെ സഹകരിച്ച് കൂടിയാലോചന പോലെ നടത്തുന്ന ഒരു സെമിനാറാണ്
വെബിനാർ എന്ന് പറയുന്നത്. ഈ ഓഫീസിലൊക്കെ ഓൺലൈൻ മീറ്റിംഗ് അല്ലേ? ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കൊറോണയൊക്കെ ആയപ്പോ മിക്കവാറും ആളുകളൊക്കെ വീട്ടിലിരുന്ന അല്ലെ, വർക്ക് ഫ്രം ഹോം ആയിരുന്നു അവർക്ക്. ഓഫീസ് ഇതൊക്കെ അപ്പൊ എല്ലാവരും നെറ്റും ലാപ്ടോപ്പും ഒക്കെ മേടിച്ച കമ്പ്യൂട്ടർ ഒക്കെ എടുത്ത് വീട്ടിലിരുന്ന് നമ്മൾ ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന. ഓഫീസ് വർക്കുകൾ നമ്മൾ ചെയ്തിട്ട് അവർ മെയിൽ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ മീറ്റിങ്ങുകളൊക്കെ ഇങ്ങനെ നമുക്ക് എല്ലാവരും നേരെ നമുക്ക് പോയി ചെയ്യാൻ പറ്റില്ലോ. ആ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ വെബിനാറുകളിലൂടെയാണ്, അതൊരു ഓൺലൈൻ ബേസ്ഡ് മീറ്റിംഗ് ഒക്കെയാണ് വെബിനാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. Internet communication permits for the hosting of webinar and online presentation, where speakers can give out content and interact with the participant in real time. നമ്മൾ പറഞ്ഞത് തന്നെ internet communication permit for hosting of webinar and online presentation. വെബിനാറുകളോ ഓൺലൈൻ പ്രസന്റേഷനുകളൊക്കെ ചെയ്യാനായിട്ട് ഇന്റർനെറ്റിലൂടെ നമുക്ക് പറ്റും. നെറ്റ് വേണ്ടേ ഇത് ചെയ്യാനായിട്ട്? ഓൺലൈൻ ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് വേണം. വെബ്സൈറ്റ് കയറാനൊക്കെ നെറ്റ് വേണം. നെറ്റിലൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. Where the speaker can give out the content and interact with the participant in real time. ശരിക്കും നമ്മൾ പിന്നെ ചെയ്യുന്നല്ല, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നേ? ലൈവാണ്, നിങ്ങള് നേരെ ലൈവിലിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നല്ല, നേരത്തെ ഇവിടെ നമ്മൾ ക്ലാസ് എടുത്തു വെച്ചേക്കുന്നതല്ല, അത് റെക്കോർഡ് ക്ലാസ്. അത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ കിട്ടും. ഇപ്പൊ നമ്മൾ ലൈവിലിരിക്കുക അല്ലെ? നിങ്ങൾ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാം, എനിക്ക് നിങ്ങളോട് എന്ത് വേണമെങ്കിലും പറയാം. എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെല്ലാം ഓൺലൈൻ നെറ്റിൽ കൂടെയാണ് ഇതെല്ലാം നമുക്ക് സാധ്യമാക്കുന്നത്, നമുക്ക് ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധ്യമാക്കുന്നത്. ഓക്കെ, ദിസ് platforms such as Google webinar and WebEx facilities interactive online events. ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ് കേട്ടോ WebEx എന്ന് പറയുന്നത്. ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇത് തുടങ്ങിയ ഇതെന്താ പ്ലാറ്റ്ഫോംസ് such as GoToWebinar and WebEx. ഇതെല്ലാം ഓൺലൈൻ ഇവന്റ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഓൺലൈൻ ഇവന്റുകൾ ഇന്റർനെറ്റ് സുഖപ്രദമാക്കുന്നു. വിച്ച് എനേബിൾ നോളജ് ഷെയറിംഗ്, നോളജ് ഷെയർ ചെയ്യാം, ട്രെയിനിങ് സെക്ഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ. നമുക്ക് പ്രൊഡക്റ്റുകൾ ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നു. അതായത് ഇതൊരു ഓൺലൈൻ സർവീസ് തന്നെയാണ് ഇതിൽ കൂടെ കൊടുക്കുന്നത്. ഓൺലൈൻ ആണ്, അത്രയും മനസ്സിലാക്കാം. ഇനി നോക്കി, overall communication through the internet offers a range of effective, convenient and dynamic method to link with the other, share information and collaborate across distance. മറ്റുള്ളവരുമായിട്ട് ലിങ്ക് ചെയ്യാനും, നമുക്ക് ഒരു ലിങ്കിൽ കൂടെ നമുക്ക് ഇപ്പൊ ഒരു ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് വരികയാണ്, ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. സ്കൂളിലൊക്കെ ഇതുപോലെ തന്നെ കൊറോണയൊക്കെ വന്നപ്പോ ലിങ്ക് ആയിരുന്നു, ടീച്ചേഴ്സ് ലിങ്ക് അയച്ചു തരും അല്ലെ? ലിങ്ക് അയച്ചു തരുമ്പോ നമ്മൾ കുട്ടികളൊക്കെ അതിൽ ജോയിൻ ചെയ്യും. അങ്ങനെയല്ലേ? ഇപ്പോഴും ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ നേരെ കയറി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ മെസ്സേജുകൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന, ഫലപ്രദമായിട്ടും ചലനാത്മകമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വിവിധ രീതികൾ ഇന്റർനെറ്റ് ഓവറോൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. The internet has brought people closer together. ആളുകളെ എന്താ കൂടുതൽ അടുപ്പിക്കുന്നു. Promoting global connectivity and break down barriers of time and location. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും തടസ്സങ്ങളൊക്കെ നമ്മൾ മാറ്റി നല്ലൊരു നമ്മളെല്ലാവരും അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും ഒക്കെ ഒരു ആഗോള തലത്തിൽ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് ആളുകൾ കുറച്ചും കൂടി ക്ലോസർ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെ? ബാരിയേഴ്സ് ഇല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തടസ്സമുണ്ട്. ഒത്തിരി ദൂരെ വരണം, ട്രാവൽ ചെയ്യണം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ? പക്ഷെ ഇപ്പൊ നമുക്ക് ലൈവിൽ നിങ്ങളെ നേരിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്കൂളിലും പോകുമ്പോഴും അല്ലേ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ പോകുന്നേ അല്ലെ? ഇതിപ്പോ നേരെ ക്ലാസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കിട്ടുകയാണ്. നമുക്ക് അത്രയും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടൈമില് ജസ്റ്റ് ലിങ്കിൽ കൂടെ കയറി കഴിഞ്ഞാൽ ലൈവ് കിട്ടും. അത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്റർനെറ്റ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സമയത്തിന്റെയും സ്ഥലത്തിന്റെയൊക്കെ ആ ഒരു തടസ്സം നമ്മളെ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് നേരെ
ഓൺലൈനിൽ നമുക്ക് കയറി നമുക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. നല്ല നല്ല ഇതുണ്ട് നെറ്റിൽ കൂടെ. ഇപ്പൊ പിള്ളേരാണെങ്കിൽ അപ്പൊ ഒരു ദിവസം സ്കൂളിൽ അബ്സെന്റ് ഒക്കെ ആണെങ്കിൽ നേരത്തെയൊക്കെ എങ്ങനെയാ നമ്മൾ പഠിച്ച സമയത്ത് എങ്ങനെയാ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കണം അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നേ? നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അതെ, നമ്മുടെ ഫ്രണ്ട്സ് ആരാ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ബുക്ക് മേടിച്ചോണ്ട് നോട്ട് എഴുതണം. ഇപ്പൊ സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താ, ക്ലാസ് വിട്ട് 4 മണി കഴിഞ്ഞ് വീട്ടിൽ എത്തുന്ന സമയമാകുമ്പോ വാട്സപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ? നമുക്ക് അവർക്കോട് വീട്ടിൽ പോകണ്ട, നമുക്ക് അത്രയും സമയം ലാഭിക്കാം, നമുക്ക് എഫേർട്ട് എടുക്കണ്ട. നേരെ അന്ന് ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചത് ആ നോട്ട്സ് കറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പിൽ കൂടെ നമുക്ക് കിട്ടുക. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അല്ലെ? അങ്ങനെ ഒത്തിരി ഫെസിലിറ്റികൾ നമുക്ക് നെറ്റിൽ കൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലും അങ്ങനെയല്ലേ? ഇപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ ഒരു ദിവസമൊക്കെ ആബ്സെന്റ് ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് വാട്സപ്പ് ചെയ്ത് തരില്ലേ നോട്ട്സ് ഒക്കെ? നമുക്കും എളുപ്പമുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെ കൊണ്ട് അവരുടെ വീട്ടിൽ പോകണം, ഫ്രണ്ട്സിന്റെ വീട്ടിൽ വീടൊക്കെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നിപ്പോ പ്രശ്നമില്ല. അതിനേക്കാളും കൂടുതൽ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളിപ്പോ ടീച്ചേഴ്സ് ഇപ്പൊ കൂടുതൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ CBSE കുറെയൊക്കെ ബാങ്ക്പാട്ട് തന്നെയാണ് വെച്ചാൽ അവര് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ കൊടുക്കും. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ആണ്, അവിടെ വർക്കുകളാണ്, അത് പിള്ളേര് തന്നെ കണ്ടെത്തി ചെയ്യാനുള്ളതാണ് അല്ലെ? അവിടെ ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നേക്കായും കൂടുതൽ നോട്ട്സുകൾ ക്ലാസ്സിൽ കൊടുക്കും, എങ്കിൽ പോലും കുറെ ഹോംവർക്ക് ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ? ഹോംവർക്ക് കൊടുത്തു വിടാറില്ലേ പിള്ളേർക്ക്? അപ്പൊ എന്ത് ചെയ്യും നേരത്തെ നമ്മള് ഓരോ ടെക്സ്റ്റുകൾ മേടിക്കണം, അതിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റുകൾ നോക്കി അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെ വേണം അവർക്ക് ഒരു നോട്ട്സ് റെഡിയാക്കി കൊടുക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ? ഗൂഗിൾ എടുക്കും അല്ലെ? നെറ്റിൽ കയറിയാൽ മതി, എന്ത് വേണം, നെറ്റിൽ എന്ത് വർക്കുകളുണ്ട്, അപ്പൊ നമുക്ക് നേരെ നെറ്റിൽ കയറുക. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ടീച്ചർ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ ക്ലാസ്സുകൾ മുതലാണെങ്കിലോ അതെ അല്ലെ, ഒരു പാരഗ്രാഫ് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ 10 സെന്റൻസ് എഴുതുക, എന്തിനെങ്കിലും കുറിച്ച് ഒരു 10 സെന്റൻസ് എഴുതിക്കൊണ്ട് വരാൻ പറയും. മറ്റേ നമ്മൾ കണ്ടുപിടിച്ച് തന്നെ നമ്മൾ കുത്തിപ്പിടിച്ച് എഴുതണം. ഇപ്പൊ നേരെ നെറ്റിൽ എന്താ നിങ്ങൾക്ക് വേണ്ടേ അതങ്ങ് കൊടുത്താൽ മതി അല്ലെ? ഇപ്പൊ അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് അവിടെ കിടക്കുന്നുണ്ട്. എക്സാം ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണ്ട്. സൈലം ക്ലാസ്സുകൾ ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ പിള്ളേർക്ക് ഒരു പരിധി വരെ നമ്മുടെ സഹായം ഇല്ലാതെ തന്നെ പഠിക്കാൻ തന്നെ ആ നെറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരുപാട് ഫെസിലിറ്റികൾ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്ന കിട്ടുന്നുണ്ട്. നമ്മുടെ എഫേർട്ട് കുറഞ്ഞു അല്ലെ? അവര് തന്നെ അപ്പൊ നിങ്ങൾ നോക്കി ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇഷ്ടം പോലെ കിടക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി. അത്രയും ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് നെറ്റിന്റെ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ഒരുവിധമൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി അടുത്താണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടി നമുക്ക് നോക്കാന്ന് വിചാരിച്ചാണ്. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് അറിയാലോ നിങ്ങള്? നമ്മുടെ ഫോണില് പല ബ്രൗസേഴ്സ് ഇല്ലേ? ഗൂഗിളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗൂഗിൾ ക്രോം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിളൊക്കെ കേട്ടിട്ടില്ലേ സെർച്ച് ചെയ്യാനായിട്ട്? ആ വെബ് ബ്രൗസർ, ഇതിന്റെ ബ്രൗസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ബ്രൗസേഴ്സ്. ഇതിന്റെ വേൾഡ് വൈഡ് വെബിനെ വിലയിരുത്താനും നാവിഗേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണം, നമുക്ക് വഴി അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ മാപ്പ് എടുക്കും അല്ലെ? എന്നിട്ട് ആ ലൊക്കേഷൻ അങ്ങ് അഴിച്ചു കൊടുത്താൽ എവിടെയാ ചെല്ലണ്ടേ, ഓൺ ദ വേ ആ റൂട്ടൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. നമുക്ക് ആരോടും ചോദിക്കണ്ട. മറ്റേ നമ്മൾ പോണെങ്കിൽ അവിടെ കണ്ട കടയിൽ ചോദിക്കണം, ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കണം ഒരു സ്ഥലം മനസ്സിലാക്കാൻ. ഇപ്പൊ നേരെ വണ്ടി കയറിയിരിക്കുക, നമ്മൾ ഗൂഗിളിൽ അടിക്കുക, നമ്മൾ പോകേണ്ട സ്ഥലം. ഇപ്പൊ പറവൂരിന്ന് എവിടെയാ പോണ്ടേ, ഇപ്പൊ മൂന്നാറ്, ആ പോണ വഴി വരെ നമുക്ക് കാണിച്ചു തരും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നാവിഗേറ്റ് ചെയ്യാം. നാവിഗേഷനൊക്കെ നമുക്ക് പോകാനും യാത്രയ്ക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറില്ല? അങ്ങനെ അറിയില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോകാറില്ലേ? ലൊക്കേഷൻ അത് തന്നെ.
browsers are software application that make the users able to evaluate and navigate the World Wide Web. World Wide Webനെ വിലയിരുത്താനും നാവിഗേറ്റ് ചെയ്യാനും യൂസറെ പ്രാപ്തരാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. They provide a graphical user interface for individual to interact with the website. വെബ്സൈറ്റുമായിട്ട് അവരെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമുക്കിപ്പോ നമുക്ക് സൈറ്റുകൾ കിട്ടണമെങ്കിൽ സെർച്ച് ഫോർ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ് ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ യൂസേഴ്സിനെ സഹായിക്കും. എക്സാമ്പിൾ നോക്കി അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് എടുത്തിട്ടുണ്ടാണെങ്കിൽ മോസില്ല ഫയർഫോക്സ് ഇതുപോലെ തന്നെ അനിത എടുത്തിട്ടുണ്ട്. ഗൂഗിളൊക്കെ പോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് മോസില്ല ഫയർഫോക്സ്. അത് കുറെ പേരൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട. അപ്പൊ അതിന്റെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. വെബ് ബ്രൗസേഴ്സ് നമ്മുടെ ഫോണിലുണ്ടല്ലോ. ഫോണില് ഗൂഗിളില്ലാത്തവരാരും ഇല്ലല്ലോ എന്തായാലും. ഗൂഗിളിലെ ബ്രൗസറായിട്ട് നമ്മൾ ആ ഫ്രണ്ടില് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഗൂഗിൾ ക്രോം ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് യൂസസ് നോക്കിയേ. അപ്പൊ രണ്ടെണ്ണം ഏതൊക്കെയാണെന്നുള്ളത് വെബ് ബ്രൗസേഴ്സ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന രണ്ട് എക്സാമ്പിൾ ആണ് ഗൂഗിൾ ക്രോമും മോസില്ല ഫയർഫോക്സും. ഇനി അടുത്തന്നെ യൂസസ് നോക്കിയേ. യൂസർ ഇന്റർഫേസ് ഫസ്റ്റ് ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. Web browser extends a user-friendly interface with aspects like address bar, bookmark, and navigation buttons. Okay, എന്താ പറഞ്ഞേക്കുന്നത് വെബ് ബ്രൗസറുകള് നമ്മളെ അഡ്രസ് ചെയ്യാനായിട്ട് ബാറുകള്, ബുക്ക് മാർക്കുകള്, നാവിഗേഷൻ ബട്ടൺ എന്നിവ പോലുള്ള ഒരു യൂസർ ഫേസ് ഇന്റർഫേസ് വിപുലീകരിക്കുന്നു. അതായത് നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് കിട്ടാനായിട്ട് ഒരു യൂസർ ഇന്റർഫേസ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ സെർച്ചിലേക്ക് ഒക്കെ നമുക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ഗൂഗിൾ ക്രോം അതിൽ കയറി കഴിഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്യാനും അതിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്, ഓൺലൈൻ എന്തെങ്കിലും നമുക്ക് കൺസ്യൂം ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കുകയാണ് ഇതിനകത്ത്. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, വെബ് ബ്രൗസർ പറഞ്ഞതാണ് ആ സെന്റൻസ് നോക്കി. ഇന്ററാക്ട് വിത്ത് വെബ്സൈറ്റ്സുകളെ ഇന്ററാക്ട് ചെയ്യാൻ, സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്. ഇതിനൊക്കെ നമുക്ക് ഒരു യൂസർ ഇന്റർഫേസ് ഫ്രണ്ട്ലി ഇന്റർഫേസ് നമുക്ക് തരികയാണ്. അപ്പൊ അതായത് നമ്മൾ പറയാണ്, നമ്മളിപ്പോ PSCയുടെ സൈറ്റിൽ കയറണം. www.kerala.psc.government.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗൂഗിൾ ക്രോമിന്റെ നേരെ ആ സൈറ്റിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും അതേക്കുറിച്ചുള്ള നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഇപ്പൊ PSCയുടെ ഇനി അടുത്ത റാങ്ക് ലിസ്റ്റിൽ നമുക്ക് അടുത്ത എക്സാം എന്താണ്, PSCയുടെ ഡിഗ്രി ലെവൽ എക്സാം എന്നാ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് നമുക്ക് ഏതാണോ നമുക്ക് സെർച്ച് ചെയ്യണ്ടേ ആ ഇതിനകത്ത് ഇപ്പൊ PSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ www.kerala.psc.government.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക. അപ്പൊ അവിടെ അവര് ഇതൊക്കെയാണ് നമുക്ക് എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസുകൾ, നെക്സ്റ്റ് എക്സാം അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കും. നമുക്കവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. രണ്ടാമത് നോക്കിയ റെൻഡറിംഗ് വെബ് പേജസ്. Browsers utilize rendering engines to explain and display web content. ഒരു വെബ് കണ്ടന്റ് വിഷ്വലി നമുക്ക് അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പാകെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വിഷ്വലി ആയിട്ട് നമുക്ക് കണ്ടന്റ് നമുക്ക് വിഷ്വലി ഒരു അപ്പീലിംഗ് ആയ രീതിയിൽ തന്നെ അത് യൂസറിന് മുമ്പേ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് റെൻഡറിംഗ് വെബ് പേജ് എന്ന് പറയുന്നത്.
Browsers utilize rendering engines to explain and display web content. Web content നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആയ ഒരു രീതിയിൽ യൂസറിന് മുമ്പാകെ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്താണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ടാബ്ഡ് ബ്രൗസിംഗ്. Tabbed browsing is an accepted feature in web browsers. വെബ് ബ്രൗസറുകളിലുള്ള ഒരു പ്രത്യേക നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. That permit users to open multiple web pages within a single browser window. നമ്മൾ ചെയ്യാറില്ലേ, നമുക്കിപ്പോ പല ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു PSCയുടെ സൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയം തന്നെ നമുക്ക് ന്യൂസും കാണാൻ പറ്റും. മൾട്ടിപ്പിൾ വെബ് പേജസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇല്ലേ? നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ കേൾക്കാം. അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ന്യൂസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ പേജും ഓപ്പൺ ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ പേജ് നമുക്ക് ഒരു സിംഗിൾ ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. ബുക്ക് മാർക്ക് ആൻഡ് ഹിസ്റ്ററി, അടുത്ത് നോക്കിയ ബുക്ക് മാർക്കുകൾ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയാനായിട്ട് ഇപ്പൊ ഫോണിൽ നമുക്ക് ഹിസ്റ്ററി നോക്കാലോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തതിന്റെയോ അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആ ഹിസ്റ്ററി ഏതാന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൗസേഴ്സ് മേക്ക് യൂസേഴ്സ് ഏബിൾ ടു ബുക്ക് മാർക്ക് ദെയർ മോസ്റ്റ് ലൈക്ക്ഡ് വെബ്സൈറ്റ് ഫോർ ക്വിക്ക് ആക്സസ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി അതിൽ ബുക്ക് മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് ഇഷ്ടപ്പെട്ടപ്പോ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഇല്ലേ, അത് പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് ബുക്ക് മാർക്ക് കൊടുക്കാം. They also keep a browsing history, permitting user to revisit formerly visited to web pages. നമുക്കത് റീവിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഇതാ നമുക്ക് അതിന്റെ ഹിസ്റ്ററി ഇപ്പൊ നമ്മൾ വാട്സപ്പിലൊക്കെ കുറച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ക്ലോസ് ചെയ്തു, നമുക്കത് മുന്നേ നമ്മൾ സെർച്ച് ചെയ്തതൊക്കെ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റൂലേ ഇല്ലേ? വാട്സപ്പിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടു, യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോ നമ്മൾ കണ്ടു, അത് റീസെന്റ് ആ കണ്ട വീഡിയോസ് അവിടെ കിടക്കുമല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കയറി എടുക്കാൻ പറ്റും. അതുപോലെ they also keep a browsing history, permitting users to revisit formerly visited web pages. നമ്മൾ ഫോർമർ ആയിട്ട് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ കണ്ട വെബ് പേജുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ റീവിസിറ്റ് ചെയ്യണം, ഒന്നുകൂടി അത് കാണണമെങ്കിൽ അത് നമുക്ക് പെട്ടെന്നൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ നിങ്ങള്. Tabbed browsing is an accepted feature in web browsers that permit users to open multiple web pages within a single browser window. എന്നുള്ളത് window 4 എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അപ്പൊ ഒന്നിലധികം വിൻഡോസുകൾ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എക്സാമ്പിൾ അത് വേഗം മനസ്സിലാവാൻ വേണ്ടിയാ. PSCയുടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് മനോരമ ന്യൂസ് കാണണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന രണ്ടും. അപ്പൊ ഒന്നിലധികം പേജുകള് വെബ് പേജസ് നമ്മൾ ഒരു ബ്രൗസറിലേക്ക് നമുക്ക് ഒരു ബ്രൗസർ വിൻഡോയിലേക്ക് നമുക്ക് എടുത്തിടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബുക്ക് മാർക്ക് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുന്ന ചില സൈറ്റുകൾ ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ബുക്ക് മാർക്കുകൾ കൊടുക്കാം. പിന്നെ അടുത്ത ഹിസ്റ്ററി നോക്കാനായിട്ട്, അതായത് നമ്മള് വെബ് പേജുകൾ നമ്മൾ നോക്കിയോ ഫോർമർലി നമ്മള് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിയ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാനും ഒക്കെ ടാബ്ഡ് ബ്രൗസിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? നമ്മൾ ഫോണിൽ ചെയ്യാറില്ലേ? റീസെന്റ് ആയിട്ട് നിങ്ങൾ പിള്ളേരൊക്കെ ഫോൺ നോക്കിയിട്ട് യൂട്യൂബിൽ എന്താ കണ്ടതെന്ന് നിങ്ങൾ നോക്കാറില്ലേ? ചെക്ക് ചെയ്ത് നോക്കാറില്ലേ? റിവിസിറ്റ് ചെയ്യാറില്ലേ? അതെ നമ്മൾ നോക്കാം അവരെന്ത് സൂത്രപ്പണിയാണ് കാണുന്നത്, അവരെന്താ ഇതിനകത്ത് കണ്ടേക്കണേ, എന്തൊക്കെ വീഡിയോസാ കണ്ടേന്നുള്ളത് നമുക്ക് ലൈബ്രറിയിൽ നമുക്ക് നേരെ കയറി കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള കണ്ട വീഡിയോസ് ചെക്ക് ചെയ്യാം അല്ലെ? അതുപോലെയൊക്കെ തന്നെ. ഇനി ലാസ്റ്റ് ഓർമ്മ കൂടി ഉണ്ട്, അതുകൂടി പറയാം. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. നമുക്ക് ഇത് സെക്യൂർ ആണ് നമ്മൾ പറഞ്ഞു. വെബ് ബ്രൗസേഴ്സ് ഗിവ് എ പ്രയോറിറ്റി ടു എന്തിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ടു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സ് ടു പ്രൊട്ടക്ട് യൂസർ ഡേറ്റ ആൻഡ് പ്രൊവൈഡ് എ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ ഡേറ്റാസ് ഒക്കെ നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാം. നമ്മൾ ആരും കാണില്ലാത്ത രീതിയിലൊക്കെ നമുക്കത് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അല്ലെ? പേഴ്സണൽ
പേഴ്സണൽ കൺട്രോളർ ഡേറ്റാബേസ് നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിലൊക്കെ ആണെങ്കിലും ഒരു സൗകര്യം ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യാറുണ്ടോ? കുട്ടികളൊക്കെ ഫോൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോ മാത്രം ആക്കി ഇടാൻ പറ്റും. നമുക്ക് അല്ലാത്ത വീഡിയോസ് ഒക്കെ വരാത്ത രീതിയിൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആക്കി ഒക്കെ തന്നെ ഇടാൻ പറ്റും. ആ രീതിയിലുള്ള ഫെസിലിറ്റികളും ഒരു പ്രൈവസി എന്താണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ടു പ്രൊട്ടക്ട് യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രൈവസി, നമുക്ക് ഓരോരുത്തരുടെ പ്രൈവസിക്ക് ഈ വെബ് ബ്രൗസർ പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് ടു പ്രൊവൈഡ് എ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ്, സെക്യൂർ ആക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് പേരന്റ് കൺട്രോളർ എന്ന് പറഞ്ഞതില്ലേ, കൺട്രോളർ നമുക്ക് പേരന്റ്സിന് കൺട്രോൾ ചെയ്യാം. അപ്പൊ കുട്ടികളാകുമ്പോൾ അവർക്ക് ആ കുട്ടികൾ കാണുന്ന തരത്തിലുള്ള വീഡിയോ മാത്രം ആക്കി നമുക്ക് ഇടാനൊക്കെ പറ്റും. ആ രീതിയിൽ ഇത്രയാണ് അതിനകത്ത് വെബ് ബ്രൗസേഴ്സിന്റെ ഇത് വരുന്നത് കേട്ടോ. സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ്: യൂസർ ഇന്റർഫേസ്, റെൻഡറിംഗ് വെബ് പേജസ്, ടാബ്ഡ് ബ്രൗസിംഗ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരു ചെറിയ ഇതുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത്രയൊന്ന് നോക്കി വെച്ചേക്കാം, ഒരു വിധമൊക്കെ അറിയാവുന്ന. ഇനി ഒരു ഓൺലൈൻ സെക്യൂരിറ്റി, കുറച്ച് തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ചിലരൊക്കെ വേണമെങ്കിൽ അകപ്പെട്ട് പോയിട്ടുണ്ടാവും. ആ ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയാണ്. നാളെ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്റെ ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കംപ്ലീറ്റ് ആയല്ലോ. ഇനി ഇന്നൊരു സന്തോഷ വാർത്ത പറയാം, ഇനി ഈ ക്ലാസ് ഉള്ളൂ, നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, സന്തോഷമായി എല്ലാവർക്കും? അടുത്ത ക്ലാസ് ഇല്ല. ഓക്കെ, അപ്പൊ വേഗം പോയി വീട്ടിലെ പണിയൊക്കെ ബാക്കി വെച്ചേക്കണ ജോലികളൊക്കെ എല്ലാവരും വേഗം തീർത്ത് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവിടെ തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം എനിക്ക് തുടങ്ങി പഠിക്കാനായിട്ട് എടുക്കും കേട്ടോ. ഇനി നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അതുകൂടി ഇനി നമ്മുടെ ചാപ്റ്റർ തീർക്കാം. ഇന്ന് വേറെ ക്ലാസ് ഇല്ല. ഓക്കെ, ശരി. അപ്പം ബാക്കിയൊക്കെ നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഞങ്ങൾക്ക് റെക്കോർഡാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഇനിയിപ്പോ നാളെ ഒരു ക്ലാസ് കൂടി ഉള്ളൂ. ശരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാ ഒരു നല്ലൊരു ഭാഷ ആയിരുന്നു ഇത്. അപ്പൊ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് സങ്കടം വരും. ഓക്കെ, ബാക്കിയൊക്കെ നാളെ നമുക്ക് ശരിയാക്കാം. നല്ലൊരു ബാച്ച്, നമുക്കൊരു വലിയ കുറച്ച് നമ്മളൊന്ന് മ്യൂട്ട് ചെയ്ത് എടുത്തു തുടങ്ങിയെങ്കിലും അത് നമ്മളൊരു അവസ്ഥയും കൊണ്ടാണ്. എന്ന് വെച്ചാൽ അറിയാലോ, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടാന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മ്യൂട്ട് ചെയ്ത് ഇവിടെ എടുക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളാണ്. നല്ലൊരു ബാച്ചാണ് എന്തായാലും. ബാക്കി നമുക്കൊരു ചെറിയ സെക്ഷനും കൂടി ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇപ്പൊ തന്നെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ലീവ് ചെയ്യാറ് കേട്ടോ.